നമ്മുടെ ചാനലിലെ ഓണം സ്പെഷ്യൽ സീരീസിലെ മത്തൻ എരിചേരിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായി ഞാനിവിടെ 1 കപ്പ് മൺപയർ 8 മണിക്കൂറോളം കുതിർത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതേ അളവിൽ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയ മത്തൻ കൂടി വേണം. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഈ കുക്കർ നന്നായി ഒന്ന് അടച്ച ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 4 വിസിൽ വരെ വേവിക്കണം. ഇപ്പോൾ ഇതിൻ്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. എന്നിട്ടൊരു തവി കൊണ്ട് ഇത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. അധികം ഉടച്ചെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെയും ഉപയോഗിക്കാം. ഞാനിവിടെ എന്തായാലും ഇത് നന്നായി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി ചേർക്കാം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ 2-3 ചെറിയ ഉള്ളിയും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ചേർത്തത്. ഇനി സ്റ്റവ് ഓണാക്കി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു 1-2 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വറുത്തിടണം. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിടാം. കടുകെല്ലാം നന്നായി പൊട്ടിയ ശേഷം അതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ 2 ഉണക്കമുളക് നടുവേ മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഒരു 10-15 സെക്കൻഡ് ഇതിങ്ങനെ വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയൊന്ന് ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്ക് തുടർച്ചയായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വറുത്തെടുത്ത ഈ തേങ്ങയിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ചു വെച്ച മത്തനും പയറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 1 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ വറുത്തെരിശ്ശേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. നിങ്ങളും കൂടി ഈ ഈസി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എന്നെ ഒന്ന് അറിയിക്കൂ. നമുക്ക് മറ്റൊരു സ്പെഷ്യൽ ഓണം റെസിപ്പിയുമായി വീണ്ടും കാണാം.